ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൊബൈൽസ് വേൾഡ്. ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് പോയപ്പോൾ അവിടെ ഒരു എക്സ്പോ കളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ്. അപ്പം ഒരാൾക്ക് 100 രൂപയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളെല്ലാവർക്കും ഓരോ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അതിനുള്ളിലേക്ക് കയറി. അപ്പോൾ 11-ാം തീയതി വരെ ഉള്ളൂ എന്നാണ് കേട്ടോ അവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറിയപ്പോൾ അവിടെ കുറേ റോബോട്ടുകളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നിറച്ച് റോബോട്ടുകളുടെ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ നമ്മൾ കൈപ്പത്തി കൊണ്ട് ഇങ്ങനെ ഓരോ അടയാളങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ആ സ്ക്രീനിൽ തെളിയുന്നതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് റോബോട്ടുകളുടെ അവിടെ കാണാനുണ്ടായിരുന്നേ. മുത്തൂസ് അങ്ങനെ കുറേ നോക്കിട്ടോ. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഇതുപോലൊരു റോബോട്ട് കേട്ടോ നമ്മുടെ കൂടെ തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. മുത്തൂസിന് പേടിയായതുകൊണ്ട് അവന് വിട്ട് മാറി നിന്ന്. കുറേ കുട്ടികൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ അതിനുള്ളിലേക്ക് പോയപ്പോൾ നിറച്ച് മീനുകളുടെ ഒരു ലോകം തന്നെയാണെന്ന് പറയാം. അത്രയേറെ മീനുകൾ ഉണ്ടായിരുന്നേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പല നിറത്തിൽ കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പല കളറുകളിലാണ്. അത് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ വെറൈറ്റി ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്ന അവിടെ. വലുതും ചെറുതുമായിട്ട് ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നേ. അങ്ങനെ ഓരോ മീനുകളുടെ പേരുകൾ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ, ബ്ലൂ ടൈഗർ അങ്ങനെ എന്തോ ഒരു പേരാണ്. ഇതുപോലെ ഒരുപാട് മീനുകളുണ്ട്. എല്ലാ മീനുകളുടെ വീഡിയോസൊന്നും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. കുറച്ച് മാത്രമേ ഞാനിതിൽ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള മീനുകളെ മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മീൻ മാത്രമേ അതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ കുഞ്ഞു കുഞ്ഞു മീനുകൾ നല്ല രസമുണ്ടായിരുന്നു. അത് ആ ചില്ലിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ നടക്കണ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ മീനുകളെ കാണാനായിട്ട്. ഈ മീനുകളൊക്കെ നമ്മൾ ഒരുപാട് ഇതിൽ കാണുന്ന ഈ ഐറ്റംസിനൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പൊമ്പനോ അങ്ങനെ എന്തോ മീനിൻ്റെ പേര്. പല ഐറ്റം മീനുകൾ ഉണ്ടായിരുന്നേ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ കുറേ ഫ്ലവേഴ്സാണ് കേട്ടോ. അതിൽ നിറച്ച് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ നിറയെ തുമ്പി, പൂമ്പാറ്റ, അതുപോലെ വണ്ട്, അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ നല്ല ആകർഷിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കായാലും ഇഷ്ടപ്പെടും. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നേ. അത് ഈ വണ്ട്, പൂമ്പാറ്റൊക്കെ ഇങ്ങനെ ചിറകൊക്കെ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ ആടും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് കണ്ടില്ല, തേനീച്ചയാണ് കേട്ടോ. തേനീച്ചനൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഒരുപാടുണ്ട്. അത് നിറച്ച് ഇതുപോലെ സൂര്യകാന്തിയുടെ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നേ. ബട്ടർഫ്ലൈ ഒക്കെ ഇങ്ങനെ അതിൻ്റെ ചിറക് ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കും. നല്ല ഭംഗിയുണ്ടായിരുന്നു. മുത്തൂസ് അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങളെല്ലാവരും അവിടെ നിന്നിട്ട് എടുത്ത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് കൊടുക്കാനായിട്ട് നല്ല രസമായിട്ടുള്ളൊരു ഇതായിരുന്നേ. ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെ പൂക്കൾ മാത്രമായിട്ട് ഉള്ള ഒരു ഇതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത്
കുറച്ച് പാമ്പുകളുടെ ഒരു ഇതേക്കാണ്. അവിടെ അനാക്കോണ്ടനെയാണ് കേട്ടോ ഉള്ളത്, വെള്ളത്തിലുള്ള അനാക്കോണ്ട, വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്ന അനാക്കോണ്ട, മഞ്ഞ അനാക്കോണ്ടയാണ് കേട്ടോ അത്. അവിടെ കാണുന്ന അതിൽ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമെന്നാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ടൊന്നും സ്കാൻ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ഒന്നാമത് എനിക്ക് പാമ്പുകളൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ വിട്ട് നിന്ന് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ, ശരിക്കും നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ 2 ഐറ്റം പാമ്പുകളാണ് കേട്ടോ, അനാക്കോണ്ടകളാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയപ്പോൾ കുറച്ച് കുറേ മിഠായികൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരുപാട് മിഠായികൾ ഉണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾക്ക് ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയാം, അതുപോലെ നല്ല അടിപൊളി മിഠായികളാണ്. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും കിട്ടാനേ ഇല്ല. നമ്മളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള മിഠായികളാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മുത്തൂസിന് ഭയങ്കര ഒരിത്, അവന് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത മിഠായികളാണ്. നമ്മളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, അവരൊന്നും ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇപ്പോൾ അതൊന്നും തീരെ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവനക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരിത്. അങ്ങനെ അവനക്ക് കുറച്ച് മിഠായിയൊക്കെ വാങ്ങി കൊടുത്ത് അവിടുന്ന് നേരെ പോയപ്പോൾ അതാ കുറച്ച് വിത്തുകൾ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കുറച്ച് വിത്തൊക്കെ വാങ്ങിച്ച്, വെണ്ടക്കയുടെ വിത്ത്, പയറിൻ്റെ വിത്ത്, അങ്ങനെ കുറച്ച് വിത്തുകളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോവാനായിട്ട് നിന്ന്. പിന്നെ അവിടെ വേറെ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് പോവാനായിട്ട് നിന്നിട്ടോ. വലിയ കാണാനും വേണ്ടിയുള്ള സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ പോന്ന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ബീച്ച് റോഡിലുള്ള സൂഫി മന്തിയിലാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്ന്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കവിടെ മന്തിയൊക്കെ എത്തിയത്. മുത്തൂസ് വെയിറ്റ് ചെയ്യുന്നതാണ് അത്. അങ്ങനെ ഞങ്ങൾക്ക് മന്തിയൊക്കെ കിട്ടി. ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചിട്ട് നേരെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. അവിടെ കുറച്ച് നേരം ഇരുന്ന്, ഭയങ്കര വെയിലായ കാരണം അങ്ങോട്ട് ഇറങ്ങാനൊന്നും കഴിഞ്ഞിരുന്നില്ല. കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ തങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോവുകയാണ് ചെയ്തത്. നല്ല വെയിലുണ്ടായിരുന്നു, കോഴിക്കോടൊക്കെ നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച്. ഞാനൊരു കൈതച്ചക്കയാണ് കേട്ടോ വാങ്ങി കഴിച്ചത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ നടന്നു നോക്കി, തണലുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടോ നോക്കിയിട്ട്. അങ്ങനെ കുറച്ച് നേരം നടന്നപ്പോൾ അവിടെ ഒരു മരത്തണൽ കണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാനായിട്ട് നിന്നത്. ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച്, മുത്തൂസിന് ഐസ്ക്രീമൊക്കെ വേണമെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ച്. ഞങ്ങൾ നേരെ പിന്നീട് ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കൂൾ ബാറിലൊക്കെ കയറി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്ന്.